ഹായ്, ഞാൻ ഡോക്ടർ സഫ്വാൻ, കോ-ഫൗണ്ടർ ഓഫ് ഷുഗറില്ല. PCOS കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മളോട് ചോദിക്കുന്നൊരു ഡൗട്ടാണ്, എന്തിനാണ് ഞാൻ PCOS റിവേഴ്സ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ PCOSയുള്ള ആളുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ PCOS കാരണം ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. PCOS കാരണം ചെറിയ മൈൽഡായിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി പീരിയഡ്സ്, ഒരുപാട് ഇറഗുലർ, വെയിറ്റ് ഒരുപാട് കൂടുതൽ, അത്തരം ആളുകളൊക്കെ എന്തായാലും അവർക്ക് വേറെ ഡൗട്ടില്ല, എന്തായാലും അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കണം. PCOS റിവേഴ്സ് ചെയ്യേണ്ടത് അവർക്കൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് പകരം ഈ മൈൽഡായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് ഇത് റിവേഴ്സ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് ഡൗട്ട് ഉണ്ടാവുക. അപ്പോൾ അതിന് നമ്മളെങ്ങനെ തീരുമാനം എടുക്കുകയെന്ന് വെച്ചാൽ, നമുക്ക് PCOSൻ്റെ കംപ്ലീറ്റ് പ്രോബ്ലംസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രോബ്ലംസ്. അതിൽ വരുന്ന പ്രോബ്ലംസാണ് നമുക്ക് എന്താ പറയുക, മുഖത്ത് കുരു വരിക, കഴുത്തിൻ്റെ ബാക്കിൽ കറുപ്പ് വരിക, വെയിറ്റ് ഒരുപാട് കൂടുതൽ, പീരിയഡ്സ് ഇറഗുലർ, അതുപോലത്തെ ഒരുപാട് ബുദ്ധിമുട്ട്, ഈ ബോഡി ഷെയ്മിങ് ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് ചെറിയ 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 ലക്ഷണങ്ങളുണ്ട്. പിന്നെ അതിൽ തന്നെ വരുന്ന ഒരു കാറ്റഗറി ഓഫ് പ്രോബ്ലംസാണ് നമ്മളെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മൂഡ് സ്വിങ്സ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, സ്ലീപ്പ്, ഉറക്കം ശരിയാവുന്നില്ല, സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഈ ഷോർട്ട് ടേം പ്രോബ്ലംസിൽ വരാറുണ്ട്. ഇതിൻ്റെ തന്നെ കുറച്ച് സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസിലാണ് ഒരുപാട് പേര് മൂഡ് സ്വിങ്സ് കാരണം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഡൈവേഴ്സ്, അങ്ങനത്തെ പ്രോബ്ലംസ്, പീരിയഡ്സ് ഒരുപാട് ഇറഗുലർ, എക്സസീവ് ബ്ലീഡിങ്, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ വരാറുണ്ട്. ഇനി അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലമാണ് നമുക്ക് ലോങ് ടേമിൽ വരുന്ന പ്രോബ്ലംസ്. അതായത് നമുക്ക് അറ്റ് പ്രസൻറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അത് കാരണം വരുന്ന പ്രോബ്ലംസാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് വരുന്ന നമ്മളെ ഡയബറ്റീസ്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ കൂടുക, BP കൂടുക, കാർഡിയാക്ക്, അങ്ങനത്തെ ലൈഫ് സ്റ്റൈലായിട്ടുള്ള പ്രോബ്ലംസ്. അത് ലോങ് ടേം, അതായത് നമ്മൾ ഒരുപാട് വർഷം PCOSനെ തീരെ മാനേജ് ചെയ്യാതെ നമ്മൾ ഓവർ വെയ്റ്റായി നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാഞ്ഞാൽ ഒരു 5 വർഷം 10 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന പ്രോബ്ലംസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ പ്രോബ്ലംസ് മൈൽഡ് ആണെങ്കിലും സിവിയർ ആണെങ്കിലും, അതായത് നിങ്ങളിപ്പോൾ വെയിറ്റ് കൂടുതലാണ്, പീരിയഡ്സ് ചെറിയൊരു ഇറഗുലാരിറ്റി ഉള്ളൂ, ചെറിയ രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉള്ളൂ, കുറച്ച് മൂക്കൊരു എല്ലാം ചെറിയ രീതിയിലുള്ളെങ്കിൽ പോലും അത് കറക്റ്റ് ടൈമിൽ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം കൂടുന്നതിനുപരി നമുക്ക് ഈ ലോങ് ടേം ആയിട്ടുള്ള പ്രോബ്ലംസും കൂടെ നമ്മുടെ ശരീരത്തിൽ വരാൻ ചാൻസ് കൂടുതലാണ്.